ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാന വാർത്തയിലേക്കാണ്. വിരാജ്പേട്ട ഗോണിക്കുപ്പയിൽ കെട്ടിടം തകർന്നു വീണു. തൊഴിലാളികളും ഭക്ഷണം കഴിക്കാൻ എത്തിയവരും കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. തകർന്നു വീണത് മെയിൻ റോഡിലെ അമ്പൂർ ബിരിയാണി കട പ്രവർത്തിക്കുന്ന കെട്ടിടം. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങൾ നൽകാനായി നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, എപ്പോഴാണ് സംഭവം? ആരെങ്കിലും ഈ ഒരു കെട്ടിടത്തിനുള്ളിൽ പെട്ടിട്ടുണ്ടോ? നയന, വൈകിട്ട് 4:05 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിരാജ്പേട്ട എന്ന് പറയുമ്പോൾ പോലും കർണാടകയിലാണ് ഈ ഗോണിക്കൊപ്പലു എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. ഗോണിക്കൊപ്പലു മെയിൻ റോഡിനോട് ചേർന്ന കെട്ടിടമാണ് തകർന്നു വീണത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം, അതിന്റെ CCTV ദൃശ്യങ്ങളാണ്. ഈ തകർന്നു വീണ കെട്ടിടത്തിന് മുന്നിലുള്ള കെട്ടിടത്തിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ്. പൂർണ്ണമായും കെട്ടിടം തകർന്നു വീഴുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. അമ്പൂർ ബിരിയാണി കടയും ഒപ്പം തന്നെ ഒരു മട്ടൺ സ്റ്റാളും പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് തകർന്നു വീണത്. കെട്ടിടത്തിന് കാലപ്പഴക്കമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഹോട്ടലിലെ തൊഴിലാളികളും ഭക്ഷണം കഴിക്കാൻ എത്തിയവരുമായ 6 പേർ ഈ കെട്ടിടത്തിനകത്ത്, ഈ തകർന്നു വീണ കെട്ടിടത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു. അവരെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും 4:05 കൂടിയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായത്. അമ്പൂർ ബിരിയാണി കട, ഒപ്പം തന്നെ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു മട്ടൺ സ്റ്റാൾ, ഇവ രണ്ടും പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് കാലപ്പഴക്കം കൊണ്ട് തകർന്നു വീണത്. ഇപ്പോൾ അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ഗോണിക്കൊപ്പ പോലീസും ചേർന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 6 പേർ കെട്ടിടത്തിനകത്തുണ്ടെന്ന വിവരമാണ് ലഭിക്കുന്നത്. ശരി, വിരാജ്പേട്ട ഗോണിക്കുപ്പയിലാണ് കെട്ടിടം തകർന്നു വീണത്. തൊഴിലാളികളും ഭക്ഷണം കഴിക്കാൻ എത്തിയവരും കുടുങ്ങിക്കിടക്കുന്നതായും സംശയമുണ്ട്. വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ നൽകിയത്.